നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. പാതിവില തട്ടിപ്പിൽ സമാഹരിച്ച പണത്തിൽ നിന്ന് 2 കോടി രൂപ സായി ഗ്രാമം ട്രസ്റ്റ് ഡയറക്ടർ ആനന്ദ് കുമാറിന് നൽകിയെന്ന് പ്രതി അനന്തു കൃഷ്ണൻ. LDF UDF നേതാക്കൾക്കും പണം നൽകിയതായി അനന്തു കൃഷ്ണന്റെ മൊഴി. അനന്തു കൃഷ്ണന്റെ ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു. നജീബ് കാന്തപുരം MLA-ക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിലെ പണവിനിയോഗം കേന്ദ്രീകരിച്ച് അനന്തകൃഷ്ണനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. സമാഹരിച്ച പണത്തിൽ നിന്ന് 2 കോടി രൂപ സായി ഗ്രാമം ട്രസ്റ്റ് ഡയറക്ടർ KN ആനന്ദകുമാറിന് നൽകി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ച് പോലീസ് വ്യക്തത വരുത്തി. തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന പേരിൽ ഇടുക്കിയിലെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും അനന്തകൃഷ്ണൻ 50 ലക്ഷത്തിലധികം രൂപ കൈമാറിയിട്ടുണ്ട്. വാട്സ്ആപ്പ് ചാറ്റുകൾ, ഗൂഗിൾ പേ ഇടപാടുകൾ, അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ പോലീസ് പരിശോധിച്ചു. തട്ടിപ്പ് പണത്തിൽ നിന്ന് അനന്തകൃഷ്ണൻ കൂടുതലും ഭൂമി വാങ്ങാനാണ് വിനിയോഗിച്ചത്. ഇത്തരത്തിൽ പാലക്കാടും കോട്ടയത്തും കൂടാതെ ഇടുക്കിയിലെ പലയിടത്തും ഭൂമി വാങ്ങിയതായി പോലീസ് കണ്ടെത്തി. ഇടപാടിൽ വഞ്ചനാക്കുറ്റം ചുമത്തിയാണ് നജീബ് കാന്തപുരം MLA-ക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തത്. നജീബ് കാന്തപുരം MLA-യും മറ്റൊരാളും ചേർന്ന് വിലയുടെ 50% മാത്രം നൽകിയാൽ ലാപ്ടോപ്പ് തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചെന്നാണ് പുലാമന്തോൾ സ്വദേശിനിയുടെ പരാതി. കായംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കായംകുളം നഗരസഭാ കൌൺസിലർ ഷെമിമോൾ, എരുവ ലോക്കൽ കമ്മിറ്റി അംഗം നാദിയ അടക്കം പ്രാദേശിക CPM നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട്. തട്ടിപ്പിന് പിന്നിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്താൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളെ അടക്കം ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കും. 24 കൊച്ചി. ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചുവെങ്കിലും ഭൂനികുതിയും കോടതി ഫീസും വർദ്ധിപ്പിച്ച രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്. ഭൂനികുതിയിൽ 50% വർധനയാണ് വരുത്തിയത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബജറ്റ് ആശ്വാസമാണ്. 1 ഗഡു ക്ഷാമബത്ത കൂടി ധനമന്ത്രി പ്രഖ്യാപിച്ചു. ശമ്പള പരിഷ്കരണ തുകയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം നൽകും. കേരള ജനതയ്ക്ക് വലിയ ആശ്വാസം തോന്നുന്ന ഒരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നു. വരുമാന വർധനവിന് ഊന്നൽ നൽകുന്നതാണ് KN ബാലഗോപാലിന്റെ 5ാമത്തെ ബജറ്റ്. ഭൂനികുതി പരിഷ്കരണത്തിലൂടെ 100 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള നികുതി സ്ലാബുകളിൽ 50% വർധനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിസ്ഥാന നികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ഒരാറിന് 5 രൂപ എന്നുള്ളത് 7 രൂപയായി മാറും. ഉയർന്ന സ്ലാബ് നിരക്കായ ഒരാറിന് 30 രൂപ എന്നുള്ളത് 45 രൂപയായി മാറും. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കുമെന്നാണ് ബജറ്റിലെ മറ്റൊരു പ്രഖ്യാപനം. വില അനുസരിച്ചായിരിക്കും നികുതിയിൽ മാറ്റം വരിക. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാർ വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 8%, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതിയും, ബാറ്ററി വാടകയ്ക്ക് ലഭ്യമാക്കുന്ന ബാറ്ററി റെന്റിംഗ് ഫെസിലിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതി ഈടാക്കുന്നതാണ്. ഈ നികുതി വർധനയിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 8% നികുതിയും, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതിയും ഈടാക്കും. ഈ നികുതി വർധനവിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. കോൺട്രാക്ട് കാരിയേജ് വാഹനങ്ങളുടെ നികുതിയും പരിഷ്കരിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്നത് 15 കോടി രൂപയുടെ അധിക വരുമാനം. സ്റ്റേറ്റ് കാരേജ് വാഹനങ്ങളുടെ നികുതി 10% കുറച്ചു. 15 വർഷം കഴിഞ്ഞ ബൈക്ക്, മുച്ചക്ര വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ നികുതി 50% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. VK മോഹനൻ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കോടതി ഫീസും കൂട്ടി. ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന ഹേബിയസ് കോർപ്പസ് പൊതുതാൽപര്യ ഹർജികൾക്ക് നിലവിലുള്ള ഫീസ് ഒഴിവാക്കിയിട്ടുമുണ്ട്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. ആലപ്പുഴ ചാരുമൂട്ടൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് വിഷബാധ. കുട്ടിയെ തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 മാസം മുൻപ് കുട്ടിയുടെ ദേഹത്ത് നായ ചാടി വീണിരുന്നു. മുറിവുകളില്ലാത്തതിനാൽ വാക്സിൻ എടുത്തിരുന്നില്ല. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. മനീഷ്, ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത്? ഈ കുട്ടിക്ക് മേൽ നായ ചാടി വീണത് കൊണ്ട് കുട്ടിക്ക് വാക്സിൻ എടുത്തിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, 3 മാസങ്ങൾക്ക് മുൻപാണ് ഈ കുട്ടി സൈക്കിളിൽ പോകുന്ന സമയത്ത് താഴെ വീണു. ആ സമയത്ത് ഒരു പട്ടി ദേഹത്തേക്ക് ചാടി വീണിരുന്നു. പക്ഷേ മുറിവുകളൊന്നും ഇല്ലാത്തതിനാൽ വീട്ടിലും ഈ കുട്ടി ഈ വിവരം പറഞ്ഞിരുന്നു. പക്ഷെ ദേഹത്ത് ഒരു തരത്തിലുള്ള ചെറിയ മുറിവുകൾ പോലും അന്ന് കണ്ടിരുന്നില്ലെന്നാണ് കുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വാക്സിൻ എടുക്കുകയോ ചെയ്തിരുന്നില്ല. പിന്നീട് 2 ആഴ്ചയ്ക്ക് മുൻപാണ് കുട്ടിക്ക് ചില അസ്വാഭാവികമായ രീതിയിലുള്ള
കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. കുട്ടിക്ക് വെള്ളം കാണുമ്പോൾ പേടി വരുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പേവിഷബാധ ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ പ്രകടമായത്. അങ്ങനെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി പനി കൂടി കുഞ്ഞിനുണ്ടായി. അങ്ങനെ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഇത് സാധാരണ പനിയല്ലെന്ന രീതിയിൽ മറ്റ് പരിശോധന നടത്തിയപ്പോഴാണ് പേവിഷബാധ ഉണ്ടെന്നുള്ള സംശയം ഉണ്ടായത്. പിന്നീട് ജനറൽ ആശുപത്രിയിൽ എത്തി പരിശോധിച്ചപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ കുഞ്ഞിനെ ഇന്ന് രാവിലെയോടുകൂടിയാണ് തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടുള്ളത്. കുഞ്ഞിന്റെ നില ഗുരുതരമാണെന്നാണ് നിലവിൽ ഈ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വർഷത്തിലും ക്ഷേമ പെൻഷൻ കൂട്ടുന്ന പ്രഖ്യാപനമില്ലാതെ സംസ്ഥാന ബജറ്റ്. അതത് മാസത്തെ പെൻഷൻ കുടിശ്ശികയില്ലാതെ നൽകുമെന്നും അവശേഷിക്കുന്ന 3 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നും മാത്രമാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്. പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നാണ് ധനമന്ത്രിയുടെ വിശദീകരണം. 2021 ധനമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കാണ് ക്ഷേമ പെൻഷൻ 1600 രൂപയായി കൂട്ടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ പ്രകടന പത്രികയിൽ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ക്ഷേമ പെൻഷൻ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. ഈ സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ ഇക്കുറി 100 രൂപയെങ്കിലും കൂട്ടുമെന്ന് ചിലരെങ്കിലും പ്രതീക്ഷിച്ചു. എന്നാൽ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിനാണ് മുൻഗണന എന്ന കാഴ്ചപ്പാടാണ് ധനമന്ത്രി ബജറ്റിൽ അവതരിപ്പിച്ചത്. രണ്ടാം പിണറായി സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ ചുരുങ്ങിയത് 50,000 കോടി രൂപയെങ്കിലും ക്ഷേമ പെൻഷനായി നൽകും. 2011-16 സർക്കാരിൻ്റെ 5 വർഷക്കാലം സാമൂഹ്യ സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തത് 10,700 കോടി രൂപയുടെ 5 ഇരട്ടിയോളം വരും ഇപ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കാൻ കഴിയാത്തതിന് ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം സാമ്പത്തിക പ്രതിസന്ധിയാണ്. കേന്ദ്ര നയങ്ങൾ മൂലമുണ്ടായ വെട്ടിക്കുറവാണ് തടസ്സമെന്നും ധനമന്ത്രി വിശദീകരിക്കുന്നു. LDFന്റെ പ്രകടന പത്രിക 2500 രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. LDFന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമയത്ത് കേരളത്തിന് ഇത്രയേറെ നമ്മുടെ പണം വെട്ടിക്കുറയ്ക്കുന്ന പരിപാടിയില്ലായിരുന്നു അവിടെ. അതിനുശേഷമാണ് 50,000 കോടിയിലധികം രൂപ വെട്ടിക്കുറച്ചത്. ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും പ്രതീക്ഷ പൂർണ്ണമായും കൈവിടേണ്ടതില്ല. മന്ത്രിസഭാ തീരുമാനത്തിലൂടെയോ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയോ ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് പ്രഖ്യാപിക്കാൻ സർക്കാരിന് കഴിയും. നിലവിലുള്ള കുടിശ്ശിക തീർത്ത ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ കൂട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്, 24. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്ക് വിഴിഞ്ഞം പദ്ധതി ബജറ്റ് പ്രസംഗത്തിന്റെ കവർ പേജാക്കി ധനമന്ത്രിയുടെ മറുപടി. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ആവർത്തിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചുമായിരുന്നു ബജറ്റ് പ്രസംഗം. കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുമെന്ന പരോക്ഷ സൂചനയും ധനമന്ത്രി നൽകി. വിഴിഞ്ഞം പദ്ധതിയിലൂടെ അതിജീവനം, ഒപ്പം വയനാടിനെ സൂചിപ്പിക്കാൻ മലനിരകൾ. ഇതാണ് ബജറ്റിന്റെ കവർ പേജ്. കേന്ദ്ര അവഗണനയ്ക്ക് കവർ പേജിലൂടെ മറുപടി. ധനഞെരുക്കത്തിന് കാരണം കേന്ദ്ര നിലപാടുകളാണെന്ന ആമുഖത്തിൽ പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. പക്ഷേ പ്രതിസന്ധി രൂക്ഷമല്ല, അതിജീവനത്തിലാണ് കേരളം. സർ, സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞെരുക്കത്തിൻ്റെ തീഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. ധനഞെരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു. മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് ആദ്യഘട്ടത്തിൽ 750 കോടി രൂപ, പാക്കേജിന് അധികമായി 85 കോടി. കിഫ്ബി റോഡുകൾക്കും പാലങ്ങൾക്കും ടോൾ വരുമെന്ന സൂചന നൽകി റവന്യൂ ജനറേറ്റിംഗ് മോഡലാക്കി മാറ്റുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. കിഫ്ബി രൂപീകരിച്ച വേളയിൽ തന്നെ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന് വിലയിരുത്തിയിരുന്നു. കിഫ്ബിയുടെ പ്രവർത്തന മൂലധനത്തിൻ്റെ ഒരു ഭാഗം സർക്കാരിൽ നിന്ന് ബജറ്റ് വിഹിതമായി ലഭിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ഭാഗം തുക കടമെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റവന്യൂ ജനറേറ്റിംഗ് ആയ പദ്ധതികൾ കൂടുതൽ ഏറ്റെടുക്കുന്നതിനും കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂടുതൽ പരിശ്രമങ്ങളും പഠനങ്ങളും സർക്കാർ നടത്തും. ജലസേചന, വെള്ളപ്പൊക്ക നിയന്ത്രണ, തീരസംരക്ഷണം എന്നിവയ്ക്കായി 610 കോടി രൂപ, വന്യജീവി ആക്രമണം കുറയ്ക്കാൻ 75 കോടി രൂപയും വകയിരുത്തി. കഴിഞ്ഞ തവണ CPIയുടെ തർക്കത്തിന് കാരണമാക്കിയ ഭക്ഷ്യവകുപ്പിന് വിപണി ഇടപെടലിന് തുക വകയിരുത്താത്തത് ഇത്തവണ പരിഹരിച്ചു. 2063 കോടി രൂപ വിപണി ഇടപെടലിന് അനുവദിച്ചു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് 1000 കോടി രൂപയും നൽകി. അമേരിക്കൻ പ്രസിഡന്റിനെ വിമർശിച്ചുകൊണ്ടാണ് KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. രാഷ്ട്രീയവും സാമൂഹികവുമായ മാന്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഏകാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും ശബ്ദം മുഴങ്ങുന്നു. പനാമ കനാൽ എൻ്റെ സ്വന്തമാണെന്നും ഗ്രീൻലാൻഡ് ഞങ്ങളിങ്ങെടുക്കുകയാണെന്നും ഗാസ മുനമ്പിലെ മനുഷ്യരെ കുടിയൊഴിപ്പിച്ച് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും പറയുവാൻ തയ്യാറാവുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി വീണ്ടും എത്തിയിരിക്കുന്നു. ഓരോ ബജറ്റും വരവ് ചെലവ് കണക്കുകളുടെ ഒരു രേഖ മാത്രമല്ല, അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ടാകും.
ആ രീതിയിൽ നോക്കിയാൽ ഈ ബജറ്റിൽ കൃത്യമായ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും മറുപടികളുമുണ്ട്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന സർക്കാരിന് അതിനെ സ്വാധീനിക്കാവുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ബജറ്റിൽ കോളടിച്ചത് കൊല്ലം ജില്ലയ്ക്കാണ്. ത്രികോണ ഇടനാഴിയും 2 IT പാർക്കും ഉൾപ്പെടെ കൊല്ലം ജില്ലയ്ക്ക് വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കിയാൽ ജില്ലയുടെ വികസന കുതിപ്പിന് വേഗമേറും. ധനകാര്യമന്ത്രി KN ബാലഗോപാലിന്റെ അവസാന ബജറ്റിൽ സ്വന്തം ജില്ലയോട് വല്ലാത്ത കരുതൽ. ബജറ്റിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ത്രികോണ ഇടനാഴി. കൊല്ലത്തും കൊട്ടാരക്കരയിലും IT പാർക്ക് എന്ന പ്രഖ്യാപനം. വാഗ്ദാനം നടപ്പിലായാൽ കൊല്ലത്തിന്റെ മുഖച്ഛായ മാറും. കൊല്ലം ആസ്ഥാനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് ഭൂമി വാങ്ങി കെട്ടിടം പണിയാൻ 30 കോടി അനുവദിച്ചു. ഭക്ഷ്യപാർക്കിന് അനുവദിച്ചത് 5 കോടി. ശാസ്താംകോട്ട വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ പ്രത്യേക പദ്ധതി. ഹിസ്റ്ററി മാരിടൈം മ്യൂസിയത്തിനും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനും ബജറ്റിൽ അനുവദിച്ചത് 5 കോടി രൂപ. കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് തീർത്ഥാടന ടൂറിസത്തിനും വഴിയൊരുക്കും. കൊല്ലം KSRTC ഡിപ്പോയ്ക്കും കൊല്ലം ഗസ്റ്റ് ഹൗസിനും 10 കോടി അനുവദിച്ചു. കൊല്ലം ബീച്ച് വികസനത്തിന് 5 കോടി രൂപ. 20 കോടി രൂപയാണ് കൊല്ലം ഓഷനേറിയം ഭൂമി ഏറ്റെടുക്കാനായി നൽകിയത്. മറീന വികസനത്തിന് 5 കോടിയും അനുവദിച്ചു. ONV കുറുപ്പിന് കൊല്ലം നഗരത്തിൽ സ്മാരകം നിർമ്മിക്കാൻ 1 കോടി. സ്കൂളുകൾക്കും പാലങ്ങൾക്കും റോഡുകൾക്കും കൊല്ലം ജില്ലയോട് പ്രത്യേക കരുതൽ. ഒപ്പം കശുവണ്ടി കയർ മേഖലയ്ക്കായി അനുവദിച്ച പദ്ധതികളിലൂടെ ഏറ്റവും അധികം ഗുണം ലഭിക്കുക കൊല്ലം ജില്ലയ്ക്കാണ്. തീരദേശ ഹൈവേ, സീപ്ലെയിൻ പദ്ധതി എന്നിവയുടെ പ്രയോജനങ്ങളും കൊല്ലം ജില്ലയ്ക്ക് ലഭിക്കും. 24 തിരുവനന്തപുരം. സ്വന്തം ജില്ലയായ കൊല്ലത്തോട് പ്രത്യേക സ്നേഹം കാണിച്ചിട്ടില്ല എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പ്രത്യേക സ്നേഹം ഒരു ജില്ലയോടുമില്ല, എല്ലായിടത്തും വളർച്ചയുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ബജറ്റിന് ശേഷം 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനോട് സംസാരിക്കുകയായിരുന്നു KN ബാലഗോപാൽ. അങ്ങനെ പ്രത്യേക സ്നേഹം ഒരു ജില്ലയോടെയും കാണിക്കുന്നില്ല. കണക്കുകൾ എടുത്തു നോക്കിയാൽ വളരെ കൃത്യമായി ഓരോ സ്ഥലത്തുമുള്ള കാര്യങ്ങൾ കാണാം. എല്ലാ സ്ഥലത്തും നല്ലതുപോലെ ഡെവലപ്മെൻറ്റ് വരിക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഏറ്റവും റിമോട്ടായ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും, ചെറുപട്ടണങ്ങളിൽ പോലും ഇങ്ങനെ പുതിയ പുതിയ സംവിധാനങ്ങൾ വരുന്നു. അതുമാത്രമാണ് അതിനകത്ത് വന്നേക്കുന്നത്. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രമല്ല. ഈ പറഞ്ഞ തുകയെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലത്തായിട്ടൊരു കാര്യം വരത്തില്ല. പിന്നെ ഇപ്പം നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും, അപ്പോൾ എൻ്റെ പ്രദേശമായിട്ടുള്ള കൊല്ലത്തുൾപ്പെടെ എല്ലാ സ്ഥലത്തും ധാരാളം കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. സിംഗപ്പൂർ, ദുബായ് മാതൃകയിൽ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കി വിഴിഞ്ഞത്തെ മാറ്റുമെന്ന ബജറ്റിൽ പ്രഖ്യാപനം. പുതിയ IT പാർക്കുകളും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോയുടെ പ്രാരംഭ നടപടികൾ ഈ വർഷം തുടങ്ങുമെന്ന് പറഞ്ഞുവെങ്കിലും സിൽവർ ലൈനിനെ കുറിച്ച് പരാമർശമില്ല. വികസന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക കർമ്മ പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ മുതൽ പുതിയ IT പാർക്കുകൾ വരെ വമ്പൻ പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ട നിർമ്മാണം 2026 പൂർത്തിയാക്കും. വിഴിഞ്ഞത്തെ ബൃഹത്തായ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കുകയാണ് ലക്ഷ്യം. ഇതിനനുസൃതമായിട്ടാണ് വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വളർച്ചാ ത്രികോണ പദ്ധതി. സർ, വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വികസന ത്രികോണം ലോകത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ് തുറമുഖങ്ങളായ സിംഗപ്പൂർ, റോട്ടർഡാം, ദുബായ് എന്നിവയുടെ മാതൃകയിൽ വിഴിഞ്ഞത്തെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് കേന്ദ്രത്തിനപ്പുറം ബൃഹത്തായ കയറ്റുമതി ഇറക്കുമതി തുറമുഖമായി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. സർ, ഈ സങ്കല്പത്തിനനുസൃതമായി വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വളർച്ചാ ത്രികോണം VKPGT എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിനായി ഒരു SPV രൂപീകരിച്ച് ഭൂവികസന നിക്ഷേപങ്ങളും ശക്തിപ്പെടുത്തും. നേരിട്ടുള്ള ഭൂമി വാങ്ങലിനായി 1000 കോടി രൂപ കിഫ്ബി വഴി വിനിയോഗിക്കും. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശത്തുമായി ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. കണ്ണൂർ വിമാനത്താവളത്തിനടുത്ത 25 ഏക്കറിൽ 293 കോടിയുടെ IT പാർക്ക്. കൊല്ലം നഗരത്തിലും പുതിയ IT പാർക്ക് തുടങ്ങും. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോയുടെ പ്രാരംഭ നടപടികൾ ഈ വർഷം തുടങ്ങും. എന്നാൽ സിൽവർ ലൈൻ പദ്ധതി ബജറ്റിൽ പരാമർശിച്ചില്ല. പൊതുമരാമത്ത് പാലങ്ങൾക്കും റോഡുകൾക്കുമായി 3061 കോടി രൂപയും അനുവദിച്ചു. 24 തിരുവനന്തപുരം. നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ കുതിപ്പ് നൽകാൻ ഉതകുന്ന ബജറ്റെന്ന് മുഖ്യമന്ത്രിയുടെ പ്രശംസ. ബജറ്റ് പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള നിർമ്മിതിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. മൈതാന പ്രസംഗം പോലെയുള്ള ബജറ്റ് എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ വിമർശനം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ശരിയായി എന്ന ബജറ്റിന്റെ ആദ്യ വാചകം തന്നെ കാപട്യമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കേരളത്തെ ദുരന്തത്തിന്റെ കാണാക്കയത്തിലേക്ക് തള്ളിയിടുന്നതാണ് ബജറ്റ്. ഭൂനികുതി വർധനവ് സാധാരണക്കാരെ പിഴിയാനെന്നും UDF സമരമാലോചിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. യഥാർത്ഥത്തിൽ ഇത് പൊള്ളയായ ഒരു ബജറ്റാണ്. കാരണം നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്
ധനസ്ഥിതിയെക്കുറിച്ചുള്ള യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബഡ്ജറ്റ്. ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള ക്ഷേമാശ്വാസങ്ങൾക്കും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വികസനത്തിനും ഒരുപോലെ ഊന്നൽ നൽകുന്നതാണ് ബജറ്റെന്ന് മുഖ്യമന്ത്രിയുടെ പ്രശംസ. ഭൂനികുതി ഉയർത്തിയത് സാധാരണക്കാരെ ബാധിക്കില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ബഡ്ജറ്റ് ഭാവിക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ബഡ്ജറ്റാണ്. അതേസമയം ഇടക്കാലത്തുണ്ടായിരുന്ന വല്ലാത്തൊരു സ്ട്രിഞ്ചൻസി മാറി കുറച്ചുകൂടെ നമുക്ക് ഹോപ്പ്ഫുള്ളായിട്ട് പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളുണ്ടെന്ന് പ്രതീക്ഷ വെക്കുന്ന കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ബജറ്റെന്ന് K. സുരേന്ദ്രന്റെ വിമർശനം. യാതൊരു ഹോംവർക്കും ഇല്ലാതെ അവതരിപ്പിച്ച ഒരു ബജറ്റാണ്. കേരളം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ ഒന്നും ഈ ബജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടില്ല. കാർഷിക മേഖലയിലെ തകർച്ച പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല. വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും പരിഹാരം കാണാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സർക്കാരിന് ഇനിയും അവസരമുണ്ടെന്നും പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ലെന്നും LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞു. 24 തിരുവനന്തപുരം. ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് തലോടൽ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി ആദ്യഘട്ടമായി 700 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. കേരളത്തെ ഹെൽത്ത് ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് ധനമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു ധനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ. ഈ സാമ്പത്തിക വർഷം 10,000 കോടിയിലധികം രൂപ വകയിരുത്തുന്നതായി KN ബാലഗോപാൽ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി ആദ്യഘട്ടം 700 കോടി വകയിരുത്തി. കേരളത്തെ ഹെൽത്ത് ഹബ്ബ് ആക്കാൻ 50 കോടി. വയോജന കേരളം പ്രോഗ്രാമിനായി 50 കോടി. ക്യാൻസർ ചികിത്സയ്ക്ക് 182.5 കോടിയും മാറ്റിവെച്ചു. 3.5 വർഷം കൊണ്ട് 25.17 ലക്ഷം ആകെ 6,788 കോടിയുടെ സൗജന്യ ചികിത്സയാണ് സർ ഈ സർക്കാർ നടപ്പിലാക്കിയത്. സർ, ആരോഗ്യ മേഖലയിലാകെ പദ്ധതികൾക്കായി ഈ സർക്കാർ ഇതിനകം ചെലവഴിച്ചത് 38,126 കോടി രൂപയാണ്. സർ, 25-26 വർഷം ആരോഗ്യ മേഖലയ്ക്ക് 10,431.73 കോടി രൂപ വകയിരുത്തുകയാണ് സർ. 25-26 കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി ആദ്യഘട്ടമായി 700 കോടി രൂപ അനുവദിക്കുന്നു. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ പുതിയ കാത്ത് ലാബുകൾ ഒരുക്കും. മികച്ച ചികിത്സ ലഭ്യമാക്കാൻ 55 കോടിയും ബജറ്റിൽ വകയിരുത്തി. എല്ലാ ജനറൽ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കായി 532.84 കോടിയും നീക്കിവച്ചു. 24 തിരുവനന്തപുരം. അവതരിപ്പിച്ച എല്ലാ ബജറ്റിലും വ്യത്യസ്ത ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് KN ബാലഗോപാലിന്റെ പ്രത്യേകത. ഇത്തവണത്തെ ബജറ്റിൽ ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതിയും GPS ക്ലസ്റ്റർ പദ്ധതിയും ഇതിന് ഉദാഹരണമാണ്. വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കിയുള്ള ഫ്രീഡം സ്ക്വയറും പ്രതീക്ഷ നൽകുന്ന പദ്ധതികളാണ്. ഭാരം കുറഞ്ഞ അറ്റോമിക് വേരിയന്റായ ഗ്രഫീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഗ്രാഫീൻ ഇന്നോവേറ്റീവ് കമ്പനി, ഭക്ഷണത്തിനു പകരം പോഷകങ്ങൾ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ തുടങ്ങിയ പദ്ധതികൾ മുൻ ബജറ്റുകളിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് KN ബാലഗോപാൽ. ഇത്തവണയും ബജറ്റിൽ ചില വ്യത്യസ്തമായ ചിന്തകളുണ്ട്. ഒന്ന്, GPU ക്ലസ്റ്റർ. ഓപ്പൺ AI, ഡീപ് സീക്ക് എന്നീ ലോക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ ലക്ഷ്യമിടുന്നതാണ് GPU ക്ലസ്റ്റർ. AI-ക്കൊപ്പം AVGC അഥവാ അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ് മേഖലകൾക്കായാണ് തിരുവനന്തപുരത്ത് GPU ക്ലസ്റ്റർ പ്രഖ്യാപിച്ചത്. 10 കോടി രൂപയാണ് വകയിരുത്തിയത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI, AVGC മേഖലകളിൽ കേരളത്തെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നതിനായി തിരുവനന്തപുരത്ത് ഒരു ലോകോത്തര GPU ക്ലസ്റ്റർ സ്ഥാപിക്കും. സംസ്ഥാനത്ത് ഈ മേഖലയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനും ഇത് ഉപകരിക്കും. ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായിട്ട് 10 കോടി രൂപ അനുവദിക്കുന്നു. മറ്റൊന്ന് ഗ്രീൻ ഹൈഡ്രജൻ വാലിയാണ്. പരിസ്ഥിതി സൗഹൃദമായ ഹൈഡ്രജൻ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി ഒരു പദ്ധതി. ഇതിനായി ഒരു കമ്പനി രൂപീകരിക്കും. പദ്ധതിയുടെ ആദ്യഘട്ടമായി 5 കോടി രൂപ മാറ്റിവെച്ചു. സംസ്ഥാനത്തെ കോളേജുകളിലെ ഇന്നൊവേഷൻ ഡെവലപ്മെന്റ് സെന്ററുകളെ ഏകോപിപ്പിക്കുന്ന പരീക്ഷണ തൊഴിൽശാലയാണ് മറ്റൊന്ന്. പേര് ഫ്രീഡം സ്ക്വയർ. 2 കോടി രൂപയും വകയിരുത്തി. ഏജന്റിക് AI വികസിപ്പിച്ചെടുക്കുന്നതിന് ദേശീയ തലത്തിൽ ഹാക്കത്തോൺ സംഘടിപ്പിക്കാനും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ഇത്തരത്തിൽ വൻ തുകകൾ മാറ്റിവെച്ചില്ലെങ്കിലും വ്യത്യസ്തമായ ആശയങ്ങൾ കൊണ്ട് സമ്പന്നമാണ് KN ബാലഗോപാലിന്റെ 5ാമത്തെ ബജറ്റ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. കോതമംഗലം കോട്ടപ്പടിക്ക് സമീപം കടുവ ഇറങ്ങിയതായി സംശയം. പശുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സ്ഥലത്ത് കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഇതിന് എപ്പോഴാണ് സംഭവം? വിവരങ്ങൾ.
പ്രവിത, എന്തായാലും കോതമംഗലം കോട്ടപ്പടിക്ക് സമീപമാണ് ഇപ്പോൾ കടുവ ഇറങ്ങിയതായ ഒരു സംശയം ഉയർന്നിരിക്കുന്നത്. ഇതുവരെ വനം വകുപ്പ് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. ബാവേലി സ്വദേശി ചാക്കോയുടെ പശുവിനെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. മേയാൻ വിട്ട പശുവിനെ വനത്തിനുള്ളിൽ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപമായി കടുവയുടെ സംശയിക്കുന്ന കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഇത്തരത്തിൽ ഈ ആക്രമണത്തിന് പിന്നിൽ കടുവയാണോ എന്ന സംശയം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. നാട്ടുകാരെല്ലാം തന്നെ അല്പം ആശങ്കയിലാണ് നിലവിലുള്ളത്. സമീപകാലത്തൊന്നും ഈ മേഖലയിൽ കടുവയെ കണ്ടതായി, കടുവയുടെ സാന്നിധ്യമുള്ളതായി ഒരു പ്രദേശവാസികൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിശോധന തിരച്ചിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വനത്തിനുള്ളിൽ വനംവകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അല്പം ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു വാർത്തയാണ്. എന്തായാലും സമീപകാലത്തൊന്നും കടുവയുടെ ഒരു സാന്നിധ്യമില്ല ഇല്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ നാട്ടുകാർ അല്പം ഭീതിയിലാണ്. അതുകൊണ്ട് തന്നെ വനംവകുപ്പും ഒരു സുരക്ഷാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. മലയാറ്റൂർ ഡിവിഷനിലെ മേഘപാല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ പരിശോധന തുടരുകയാണ്. നിതിനംബുജനാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലം കോട്ടപ്പടിക്ക് സമീപം കടുവ ഇറങ്ങിയതായി സംശയം. പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് വിവരം. മറ്റു വാർത്തകൾ നോക്കാം. മന്ത്രി എ കെ ശശീന്ദ്രൻ പക്ഷം പാർട്ടി പിളർത്തുമെന്ന് ഉറപ്പായതോടെ NCP സംസ്ഥാന ഘടകത്തിൽ അനുനയ നീക്കം. PC ചാക്കോയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ബദൽ നീക്കം നടക്കുന്നത് തിരിച്ചറിഞ്ഞാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ സമവായ ശ്രമം. അനുനയ സന്ദേശവുമായി മന്ത്രി എ കെ ശശീന്ദ്രനെ കണ്ട ചാക്കോ പക്ഷം സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മന്ത്രിമാറ്റത്തോടെ കലുഷിതമായ NCP സംസ്ഥാന ഘടകത്തിലെ ഭിന്നത ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി. PC ചാക്കോയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ സമാന്തര ജനറൽ ബോഡി വിളിക്കാനും പുതിയ സംവിധാനത്തിലേക്ക് പോകാനും ഇന്നലെ ചേർന്ന എ കെ ശശീന്ദ്രൻ വിഭാഗം നേതാക്കളുടെ യോഗം തീരുമാനിച്ചിരുന്നു. പാർട്ടിയിൽ പിളർപ്പുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് PC ചാക്കോ വിഭാഗം സമവായ ശ്രമത്തിന് നിർബന്ധിതമായത്. വൈകിട്ട് 5 മണിയോടെ ശശീന്ദ്രനെ കണ്ട ചാക്കോ വിഭാഗം നേതാക്കൾ യോജിപ്പിന്റെ സന്ദേശം നൽകി. മേലിൽ മന്ത്രിമാറ്റ ആവശ്യം ഉന്നയിക്കില്ലെന്ന് ഉറപ്പു നൽകി. PM സുരേഷ് ബാബു, ലതിക സുഭാഷ്, KR രാജേന്ദ്രൻ എന്നീ നേതാക്കളാണ് ചാക്കോയുടെ സന്ദേശവുമായി എ കെ ശശീന്ദ്രനെ കണ്ടത്. മുന്നണി വിട്ടുപോകുന്നു എന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കൊണ്ട് PC ചാക്കോ മുഖ്യമന്ത്രിക്ക് കത്തും നൽകി. മുന്നണി മാറ്റ ചർച്ചകൾ അവാസ്തവമാണെന്നും ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും അറിയിച്ചാണ് കത്ത് നൽകിയത്. സർക്കാരിനും മുന്നണിക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതായും കത്തിൽ അറിയിച്ചിട്ടുണ്ട്. സമവായ നീക്കത്തോട് ശശീന്ദ്രൻ പക്ഷം പ്രതികരിച്ചിട്ടില്ല. PC ചാക്കോയുടെ നേതൃത്വം അംഗീകരിച്ച് മുന്നോട്ടു പോകാനാവില്ലെന്നാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയത്. തോമസ് കെ തോമസ് MLA യും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ PC ചാക്കോ തയ്യാറായില്ലെങ്കിൽ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ സമീപിക്കാനും തീരുമാനമുണ്ട്. എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും നയിക്കുന്ന വിഭാഗത്തെ NCPയുടെ ഔദ്യോഗിക വിഭാഗമായി കാണണമെന്നാവശ്യപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടറിക്കും മുന്നണി കൺവീനർക്കും കത്ത് നൽകാനും നിശ്ചയിച്ചിരുന്നു. CPIM പിന്തുണയോടെയാണ് ശശീന്ദ്രന്റെ നീക്കമെന്ന് മനസ്സിലാക്കിയാണ് അനുനയ നീക്കത്തിലേക്ക് PC ചാക്കോ മാറിയതെന്നാണ് സൂചന. R ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പാലക്കാട് എലപ്പുള്ളിയിൽ ഒയാസിസ് മദ്യക്കമ്പനിക്ക് CPIയുടെ കടുംവെട്ട്. മദ്യനിർമ്മാണശാലയ്ക്കായി ഒയാസിസ് കമ്പനി നൽകിയ ഭൂമി തരംമാറ്റ അപേക്ഷ CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പ് തള്ളി. CPI വകുപ്പിന്റെ തീരുമാനമാണോ ഇതെന്ന് തനിക്കറിയില്ല എന്നാണ് എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. വൻകിട മദ്യനിർമ്മാണശാല തുടങ്ങാൻ എലപ്പുള്ളിയിൽ 24 ഏക്കർ ഭൂമി ഒയാസിസ് കമ്പനി വാങ്ങിയിരുന്നു. ഇതിൽ 4 ഏക്കർ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഒയാസിസ് കമ്പനി നൽകിയ ഭൂമി തരംമാറ്റ അപേക്ഷയാണ് റവന്യൂ വകുപ്പ് തള്ളിയത്. നിർദ്ദിഷ്ട ഭൂമിയിൽ കൃഷി ചെയ്യണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നും RDO ഉത്തരവിൽ വ്യക്തമാക്കി. നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം ഭൂമി തരംമാറ്റം അനുവദിക്കാനാവില്ലെന്നും RDO അറിയിച്ചു. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നാൽ കൃഷി ഓഫീസർ നടപടിയെടുക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒയാസിസ് കമ്പനി അപേക്ഷിച്ച ഭൂമി കൃഷിഭൂമിയാണെന്നും അത് തരംമാറ്റം അനുവദിക്കാനാവില്ലെന്നും ജില്ലാ കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നു. 2008 വരെ ഈ ഭൂമിയിൽ കൃഷിയുണ്ടായിരുന്നു. ഇപ്പോൾ ഭൂമി തരിശായി കിടക്കുകയാണ്. മദ്യനിർമ്മാണശാലയ്ക്കെതിരെ CPI നിലപാട് ശക്തമാക്കുന്നതിനിടെയാണ് CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിന്റെ നടപടി. ഇതിൽ എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ മറുപടി ഇങ്ങനെ: ഈ അനുമതി കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി പ്രാരംഭാനുമതി നൽകുന്നു എന്നാണ് സർക്കാർ ഉത്തരവിലുള്ളത്. ബാക്കി അനുമതികളെല്ലാം അവർ നേടേണ്ടതാണ് എന്നത്. എക്സൈസിൻ്റെ മുമ്പിൽ വരുന്ന കാര്യത്തിനാണ് അനുമതി കൊടുത്തത്. അതിന് മറ്റു തടസ്സങ്ങളില്ല. അതുകൊണ്ടാണ് പ്രാരംഭാനുമതി എന്ന് പറഞ്ഞത്. മുന്നണിക്കുള്ളിൽ ഇതിനെതിരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതിനിടെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒയാസിസ് മദ്യക്കമ്പനി തടസ്സ ഹർജി ഫയൽ ചെയ്തു.
എതിർപ്പുന്നയിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കോടതിയെ സമീപിച്ചാൽ തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്നാണ് ആവശ്യം. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ കൂടി തുക കണ്ടെത്തണമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. സംസ്ഥാനം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കരുത് എന്നും കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു. പുനരധിവാസത്തിൽ കേന്ദ്ര സഹായത്തിനായി കാത്തിരിക്കരുതെന്ന് സംസ്ഥാന സർക്കാരിനോട് കോടതിയും നിർദ്ദേശിച്ചു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ച് മുൻപാകെയാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കരുത്. സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ കൂടി തുക കണ്ടെത്തണം. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്ന ആവശ്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമറിയിക്കാമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. എന്നാൽ വായ്പയ്ക്ക് കോവിഡ് കാലത്ത് പോലും മൊറട്ടോറിയം മാത്രമാണ് നൽകിയതെന്ന സൂചന കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതേസമയം കേന്ദ്ര നിലപാടിന് പിന്നാലെ സംസ്ഥാനം സ്വന്തം നിലയിൽ കൂടി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ 1/4 ഭാഗം ചെലവഴിച്ച ശേഷം അറിയിക്കാനും കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ വയനാട് പുനരധിവാസത്തിനായി തുക വകയിരുത്താത്തതിൽ വിവാദം പുകയുമ്പോഴാണ് കേന്ദ്രത്തിന്റെ പുതിയ നിലപാടെന്നതാണ് ശ്രദ്ധേയം. 24 കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടികയ്ക്ക് ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകാരം നൽകി. ആകെ 322 വീടുകളാണ് ഉൾപ്പെടുത്തിയത്. ആദ്യ പട്ടികയിൽ 242 വീടുകളും അനുബന്ധ 2ാം പട്ടികയിൽ 80 വീടുകളുമാണ് ഉൾപ്പെടുന്നത്. 10ാം വാർഡിൽ 92 വീടുകൾ, 11ൽ 112 വീടുകൾ, 12ാം വാർഡിൽ 117 വീടുകൾ എന്നിവ വാസയോഗ്യമല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത്. പട്ടിക ഉടൻ പുറത്തുവിടും. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം നാളെ. ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയാവുകയാണ് തലസ്ഥാനം. ബിജെപിക്കെതിരെ ഓപ്പറേഷൻ താമര ആരോപണം ഉന്നയിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ മൊഴിയെടുക്കാൻ ആന്റി കറപ്ഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥരെത്തി. എന്നാൽ AAP സഹകരിക്കാത്തതിനാൽ ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു. നാളെ രാവിലെ 6 മണി മുതൽ ഡൽഹി തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഫലസൂചനകളും വേഗത്തിൽ കൃത്യതയോടെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24 തയ്യാറാണ്. തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കെയാണ് നിർണായക നീക്കങ്ങൾ. വിവാദ പരാമർശത്തിൽ കെജ്രിവാളിന്റെ മൊഴി രേഖപ്പെടുത്താനെത്തിയ ആന്റി കറപ്ഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥർ മണിക്കൂറുകളോളമാണ് കാത്തുനിന്നത്. ഒടുവിൽ കെജ്രിവാളിന് നോട്ടീസ് നൽകി മടങ്ങി. 16 സ്ഥാനാർത്ഥികൾക്ക് BJP 15 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണത്തിൽ അന്വേഷണത്തിനാണ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥർ എത്തിയത്. എന്നാൽ ഉദ്യോഗസ്ഥരെ കെജ്രിവാളിന്റെ വീടിന് മുന്നിൽ തടഞ്ഞു. അന്വേഷണം സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കണമെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടു. രേഖകൾ ഹാജരാക്കാതെ അകത്തേക്ക് കടക്കാൻ കഴിയില്ലെന്ന നിലപാടെടുത്തതോടെ ഉദ്യോഗസ്ഥർ പുറത്തു കാത്തുനിന്നു. देखिए अभी ACB ऑफिसर्स पिछले 1 घंटे से यहाँ पे बाहर सिक्योरिटी रूम में बैठे हैं. वो बगैर किसी तैयारी के, बगैर किसी इंस्ट्रक्शन के, ना उनके पास कोई नोटिस है, ना उनके पास कोई इंस्ट्रक्शंस हैं. वो किससे इंस्ट्रक्शन ले रहे हैं? 1 घंटे से वो बड़े कंफ्यूजन स्टेट ऑफ माइंड से अंदर बैठे हुए हैं. ഒടുവിൽ തെളിവുകൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകി അന്വേഷണ സംഘം മടങ്ങി. വോട്ടെടുപ്പിന് ഒരു ദിവസം ബാക്കി നിൽക്കെയായിരുന്നു 8 MLA-മാർ ആം ആദ്മി പാർട്ടി വിട്ട് BJP-യിലെത്തിയത്. വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ആം ആദ്മി പാർട്ടിയുടെ ആശങ്കയും കൂറുമാറ്റമാണ്. BJP അടർത്തിയെടുക്കുമോ നേതാക്കളെ എന്ന ഭീതിയിലാണ് പാർട്ടി. നാളെ ഫലം പ്രഖ്യാപിക്കാനിരിക്കെ എക്സിറ്റ് പോൾ ഫലങ്ങളെ പാടെ തള്ളുകയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അനുകൂലമായതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP. 70 നിയമസഭാ മണ്ഡലങ്ങൾ, 36 എന്ന മാജിക് സംഖ്യ കടക്കുന്നവർക്ക് രാജ്യതലസ്ഥാനത്തെ ഭരണം പിടിക്കാം. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. മദ്യനയ അഴിമതി മുതൽ യമുനയിലെ മലിനീകരണം വരെ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട 1 മാസത്തിലേറെ നീണ്ടുനിന്ന പ്രചരണത്തിനൊടുവിൽ ഡൽഹിയിലെ ജനങ്ങൾ ആർക്ക് അനുകൂലമായി വിധിയെഴുതിയെന്ന് നാളെ അറിയാം. രാജ്യം ഉറ്റുനോക്കുന്ന ആവേശകരമായ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ 24 സംഘവും തയ്യാർ. ടീം 24 ഡൽഹി. ആലപ്പുഴയിൽ അംഗവൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അന്വേഷണം നടത്തും. ആലപ്പുഴ MP KC വേണുഗോപാലിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ അന്വേഷണം പ്രഖ്യാപിച്ചത്. സംസ്ഥാന ആരോഗ്യവകുപ്പ് നടത്തി അന്വേഷണത്തിൽ 2 ഡോക്ടർമാർക്ക് താക്കീത് നൽകിയിരുന്നു. പലിശഭാരം വെട്ടിക്കുറച്ച് റിസർവ് ബാങ്ക്. അടിസ്ഥാന പലിശ നിരക്ക് 0.5% കുറച്ചതോടെ വായ്പകളുടെ പലിശ നിരക്ക് കുറയും. 5 വർഷത്തിനിടെ ആദ്യമായാണ് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത്. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയ്ക്കുള്ള പലിശ നിരക്കാണ് റിപ്പോ. കഴിഞ്ഞ 5 വർഷത്തിനിടെ
ആദ്യമായാണ് റിപ്പോ നിരക്കുകളിൽ റിസർവ് ബാങ്ക് കുറവ് വരുത്തുന്നത്. 2020 മെയ്യിലായിരുന്നു അവസാനമായി റിപ്പോ നിരക്കുകൾ കുറച്ചത്. കഴിഞ്ഞ 11 പണനയ നിർണയ സമിതി യോഗങ്ങളിലും RBI പലിശ നിരക്ക് കുറച്ചിരുന്നില്ല. ഇന്നത്തെ ധനനയ നിർണയ യോഗത്തിൽ അടിസ്ഥാന പലിശ നിരക്ക് 0.25% വെട്ടിക്കുറച്ചത്. ഇതോടെ റിപ്പോ നിരക്ക് 2023 ഫെബ്രുവരിയിലെ 6.25% കുറഞ്ഞു. ബാങ്കുകൾ വിതരണം ചെയ്യുന്ന ഭവന, വാഹന, വിദ്യാഭ്യാസ, കാർഷിക, സ്വർണ്ണപ്പണയ, മറ്റു വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കും ആനുപാതികമായി കുറയും. കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി ഭാരം കുറച്ചതിന് തൊട്ടു പിന്നാലെയാണ് വായ്പകളുടെ പലിശ ഭാരവും കുറയുന്നത്. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര അധ്യക്ഷനായ 6-അംഗ പണനയ നിർണയ സമിതി ഐക്യകണ്ഠേനയാണ് റിപ്പോ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനം ഈ സാമ്പത്തിക വർഷത്തിൽ 6.7%, നാണയപ്പെരുപ്പ നിരക്ക് 4.2%, റിസർവ് ബാങ്ക് കണക്കാക്കിയിരിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24.